എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് എന്തിനാണ്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യണത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ്റെ ഹോമോജിനിറ്റി ചെക്ക് ചെയ്യുക. ഒരു ഇക്വേഷൻ്റെ ഹോമോജിനിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സിമിലർ ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസിനെ, നമുക്ക് സിമിലർ അല്ലാത്ത ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലെങ്കിൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടൈം ഒക്കെ നമ്മൾ ചെയ്യുമ്പം അത് സിമിലർ ആയ ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് അല്ല. സോ സിമിലർ ഡയമെൻഷൻസ് ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെ വി ക്യാൻ മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ്. പക്ഷേ നമ്മൾ അഡീഷനോ സബ്ട്രാക്ഷനോ പെർഫോം ചെയ്യണ സമയത്ത് ആ ക്വാണ്ടിറ്റീസിന് എന്തുണ്ടായിരിക്കണം? സിമിലറായ ഡയമെൻഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഇക്വേഷൻ വാലിഡ് ആവണത് എപ്പോഴാണ്? അതിലുള്ള, അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തേക്കണ ഈച്ച് ടേം, ആ ഓരോ ടേമിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആവുമ്പോഴാണ്. നോക്കിക്കോൾ, ഞാനൊരു എക്സാമ്പിൾ എഴുതാം. നമ്മളൊരു ഇക്വേഷൻ പഠിക്കും. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് വി ടി പ്ലസ് half at square. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ്, വേണമെങ്കിൽ യു ടി എന്ന് കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് നോട്ടിൻ്റെ കൂടെ യു ടി അല്ലെങ്കിൽ യു ടിയുടെ കൂടെ ഹാഫ് എ ടി സ്ക്വയർ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഡയമെൻഷൻ, ഈ ഓരോരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആയ ഒരു ഇക്വേഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, നമുക്കറിയാം എക്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ ആണ് അല്ലേ? എക്സ് നോട്ടിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ ആണ്. യു ടി, യു എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ എക്സ് നോട്ടൊക്കെ എന്താണ്? അത് ഡിസ്റ്റൻസ് ആണ്. സോ എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആകുമ്പം അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എൽ ആണ്. എക്സ് നോട്ട് ഡിസ്റ്റൻസ് ആകുമ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എൽ ആണ്. അപ്പോൾ ഇവിടെ യു ഇൻറ്റു ടി, യു വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. എൽ ടി പവർ -1 ഇൻറ്റു ടി ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. സോ നമ്മുടെ യു ടി എന്നുള്ള ടേമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത് കിട്ടി? എൽ എന്ന് കിട്ടി. ഇനി ഹാഫ് എ ടി സ്ക്വയർ നമുക്ക് നോക്കാം. ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എൽ ടി പവർ -2 ഇൻറ്റു ടി സ്ക്വയർ. അഗെയിൻ ഇത് രണ്ടും ക്യാൻസൽ ആവും. നമ്മുടെ ഡയമെൻഷണൽ ഫോർമുല എന്ത് കിട്ടി? എൽ കിട്ടി. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിലുള്ള എല്ലാ ടേംസിൻ്റെയും ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണം. എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എല്ലാണ്, സെയിം ആണ്. അപ്പോൾ ഈ ഒരു ഹോമോജിനിറ്റി, ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു ഹോമോജിനിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ആ ഓരോ ടേമും ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. ആ ഇക്വേഷൻ വാലിഡ് ആവുള്ളൂ. അപ്പോൾ ചെക്കിങ് ദ ഹോമോജിനിറ്റി ഓഫ് ആൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ്റെ ഹോമോജിനിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡയമെൻഷണൽ അനാലിസിസ്, ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. ഒന്നാമത്തെ യൂസേജ് അതാണ്. രണ്ടാമത്തെ ഒരു യൂസേജ് ആണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഒരു ക്വാണ്ടിറ്റി വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ, അതിൻ്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യണത് 3 ഫാക്ടേഴ്സിനെയാണ്. ഒന്ന് ലെങ്ത് ഓഫ് ദി പെൻഡുലം, മാസ് ഓഫ് ദി ബോബ് അല്ലേ? നമുക്കറിയാം പെൻഡുലം എന്ന് പറയുമ്പോൾ ഒരു വയർ ഉണ്ടാവും, ഇങ്ങനെ ഒരു ബോബ് ഉണ്ടാവും. സോ ആ ബോബിൻ്റെ മാസ് ഉണ്ട്. അതേപോലെ പിന്നെ എന്ത് പറയാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്ക് 3 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ലെങ്ത് ഓഫ് ദി പെൻഡുലം, മാസ് ഓഫ് ദി ബോബ്. ഓക്കെ, അപ്പോൾ ഈ ടൈം പീരീഡ് ഈ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് അല്ലേ? ഈ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യണതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. എന്ത് യൂസ് ചെയ്ത്? ഡയമെൻഷണൽ അനാലിസിസ്, ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത്. നോക്കിക്കോളും, നമ്മൾ എഴുതുവാണ് ടി ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് എന്ത് വേണമെങ്കിലും ആവാം, ഇൻ ടു ലെങ്ത് അല്ലേ? ലെങ്ത് ഓഫ് ദി ബോബിന് ഞാൻ എൽ എന്ന് കൊടുക്കണു, എൽ പവർ എ, ഇൻ ടു മാസ് ഓഫ് ദി ബോബിന് എം എന്ന് കൊടുക്കും, എം പവർ ബി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ ഞാൻ ജി എന്ന് കൊടുക്കും, അപ്പോൾ ജി പവർ സി എന്ന് കൊടുത്തു.
ഇനി നോക്കിക്കോളൂ, കെ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ലെങ്ത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എൽ ആണ്. സോ എൽ പവർ എ അല്ലേ, എൽ പവർ എ. എമ്മിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എം ആണ്, എം പവർ ബി. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, നമുക്കറിയാം. എൽ ടി പവർ -2 ദി ഹോൾ പവർ സി ആണ് എന്ത്, നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ആ ഒരു ഡയമെൻഷണൽ ഫോർമുല. ടി എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ടി പവർ, ടൈം പീരീഡ് നമുക്കറിയാം. ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് നമുക്ക് ആവശ്യം. നമുക്ക് എന്ത് കൊടുക്കാം? ടി പവർ 1 എന്ന് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഇക്വേഷനിൽ ഈ ഇക്വേഷൻ ആദ്യം ഞാൻ സോൾവ് ചെയ്യാം. എൽ പവർ എ, എം പവർ ബി, അഗെയിൻ ഇവിടെ എൽ ഉണ്ട്, എൽ പവർ സി, ഇവിടെ എന്ത് കിട്ടി? ടി പവർ -2. സി അകത്തേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചതാണ് എ ഇൻറ്റു എം ദി ഹോൾ പവർ എൻ എന്ന് പറഞ്ഞാൽ എ പവർ എൻ ഇൻറ്റു എം പവർ എൻ ആണ്. ആ ഒരു ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എക്സ്പോണൻസ് വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ ഈ ബേസിക് മാത്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല. ഡൗട്ട്സ് ഉള്ളവർ സിംപ്ലിഫിക്കേഷൻ്റെ അവിടെ പോയി കണ്ടാൽ മതി. ഇവിടെ എൽ സെയിം ആണ്. സോ എൽ പവർ എ ഇൻറ്റു എം പവർ ബി ഇൻറ്റു ടി പവർ -2c അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എനിക്ക് ടി മാത്രമേ ഉള്ളൂ. സോ എനിക്ക് പറയാം എൽ പവർ എ പ്ലസ് സി, എൽ പവർ എ പ്ലസ് സി. ഇവിടുത്തെ എൻ്റെ ടിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ത് പറയാം? എം പവർ 0, എൽ പവർ 0, ടി പവർ 1 അല്ലേ. എം പവർ 0, എൽ പവർ 0, ടി പവർ 1 എന്ന് പറയാം. ഞാൻ ഇക്വേഷൻ്റെ രണ്ട് സൈഡുള്ള പവർ ഇക്വേറ്റ് ചെയ്യുവാണ്. ഇവിടെ എമ്മിൻ്റെ പവർ 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടിൻ്റെ എമ്മിൻ്റെ പവർ 0 ആണ്. സോ ബിയുടെ വാല്യൂ കിട്ടി 0. എല്ലിൻ്റെ പവർ നോക്കിക്കോളൂ, ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, റൈറ്റ് സൈഡിൽ എ പ്ലസ് സി ആണ്. അപ്പോൾ നമുക്ക് കിട്ടും എ ഇസ് ഈക്വൽ ടു -c എന്ന് കിട്ടും. എ ഇസ് ഈക്വൽ ടു -c എന്ന് കിട്ടും. അവിടെ നിൽക്കട്ടെ. ഞാൻ ടിയുടെ പവർ ഇക്വേറ്റ് ചെയ്യുവാണ്. ടിയുടെ പവർ 1 ഇസ് ഈക്വൽ ടു -2c എന്ന് തന്നിട്ടുണ്ട്. സോ ടിയുടെ പവർ എന്താണ്? -12 ആണ്. സോ നമുക്ക് സിയുടെ പവർ കിട്ടി, സിയുടെ വാല്യൂ -12 ആണെന്ന് കിട്ടി. അപ്പോൾ എ എന്ന് പറയുന്നത് -12 ആണ്. സോ എയുടെ വാല്യൂ എന്തായി? 1/2 ആയി. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ പറയുമ്പം നമുക്ക് എന്തുണ്ട്? എൽ പവർ 1/2 ആണ്, എയുടെ വാല്യൂ കിട്ടി. അതേപോലെ എം പവർ 0 ആണ്, ബിയുടെ വാല്യൂ കിട്ടി. ജി പവർ -12 ആണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എമ്മുമായി ഒരു ബന്ധവും ഇല്ല. എല്ലിനെയും ജീനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൽ പവർ 1/2 ഡിവൈഡഡ് ബൈ ജി പവർ 1/2. ആക്ച്വലി നമ്മുടെ സിമ്പിൾ പെൻഡലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 2π√L/g ആണ്. 2π√L/g ആണ്. നോക്കിക്കോളൂ, ടി കെ എന്ന് പറയുന്നത് ഈ 2π ആണ്. കെ എന്ന് പറയുന്നത് ഈ 2π ആണ്. നമുക്കത് ആവശ്യമില്ല. എൽ പവർ 1/2 ഡിവൈഡഡ് ബൈ ജി പവർ 1/2. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി വേറെ കുറച്ച് ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ വേറെ കുറച്ച് ക്വാണ്ടിറ്റീസിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യണേന്നുള്ളത് കണ്ടുപിടിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഡയമെൻഷണൽ അനാലിസിസ് അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുലാസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. റിയൽ ടൈം സിറ്റുവേഷൻസിൽ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഡയമെൻഷണൽ ഫോർമുലാസും കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ സെഷനിൽ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണതാണെങ്കിൽ അവിടെ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടി നമ്മുടെ ഫിസിക്സ് ചാപ്റ്ററിൻ്റെ, അതായത് നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കെമിസ്ട്രി നോക്കി തുടങ്ങാം നെക്സ്റ്റ് സെഷനിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കേണ്ടതെങ്കിൽ യെസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.